ഇത് കഞ്ചാവാ, നല്ല അസല കഞ്ചാവ്. 2 പുകയെടുത്ത മനസ്സൊന്ന് ശാന്താവും. വേണോ നിനക്കൊരു പുക? എന്താ എന്താ മാഷി ഇതിന്റെയൊക്കെ അർത്ഥം അറിയണം എനിക്ക്. നോ, ഒന്നും അറിയരുത്, ആരും ഒന്നും. അറിവാണ് മനുഷ്യൻ ആദ്യം ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ? അവർക്കറിയോ ലോകമഹായുദ്ധത്തെ പറ്റി, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, വേദവ്യാസനെയും ത്യാഗരാജ സ്വാമികളെയും പറ്റി. സോറി, കഞ്ചാവിന്റെ പിടുത്തം മുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൽ. സോറി മീര, ഐ എം റിയലി സോറി. എവിടുന്ന് കിട്ടി ഈ വിഷം വലിച്ചു കയറ്റാൻ? നമ്പീശൻ തന്ന, കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ആരാ തെണ്ടി? കുറെ കാലായി കേൾക്കണു ഞാൻ. മിണ്ടിപ്പോവരുത്, ദൈവം എനിക്കാണ്. ചെല്ലുമോളെ, അവിടെ ബാലരാമൻ നിന്നെ കാണാതെ. എന്നെ ചൊല്ലി പേടിക്കാനും വേവലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക. ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്റെ അച്ഛൻ പെങ്ങളെ. ദേ, വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ അണപ്പല്ലെടുക്കും ഞാൻ. ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ആർക്കാ? എന്റെ മാഷ്. അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം? നാഴികയ്ക്ക് 40 വട്ടം 40 സ്വഭാവ. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും. അവൻ വരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരും ഒന്നും ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ എല്ലാരും വെറുതെ വിട്ടേക്ക്. മരിക്കാൻ പോവാ ഞാൻ. ഏതെങ്കിലും മാവും കൊമ്പത്ത് കയറി കെട്ടി തൂങ്ങി നോക്കിക്കോ അച്ഛൻ പെങ്ങള്. ബാമേ, വരുന്നു. നല്ല ഉറപ്പുള്ള കുറച്ച് കയറി ഇങ്ങോട്ട് എടുത്തോളൂ. ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ. നല്ല ഉറപ്പ് വേണേ. പൊരിച്ചാക്ക് പോലത്തെ പെണ്ണ. ഒന്ന് പതുക്കെ പറയുന്നുണ്ട് അച്ഛൻ പെങ്ങള്. ആരെങ്കിലും കേട്ടാ? ഓ, നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ? വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം. കുട്ടിയോ നടങ്ങിയിരിക്കേ. കാര്യമൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാം. അവനിങ്ങി വരട്ടെ. ഇല്ലെങ്കിലേ എന്റെ പേര് അച്ഛൻ പെങ്ങളെന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മന്നോ മറ്റോ വിളിച്ചോളൂ നീയെ. നാളെ ഈ നേരം ആവട്ടെ, കാണിച്ചു തരണുണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന്. എന്താ? നീ നോക്കിക്കോ പെണ്ണേ. അറിയിക്കോളാൻ പറയാ അല്ലേ ശങ്കരമാമേ? ഒച്ച വെച്ച് കാര്യം വഷളാക്കണ്ട. ആളറിഞ്ഞ മാനക്കേടാ. പോവാണ് ഞാൻ. ക്ഷമ ചോദിക്കണേൽ അർത്ഥമില്ല എന്നറിയാം. എന്നാലും മാപ്പ്, 1 കോടി തവണ മാപ്പ്. കുറിഞ്ഞി പൂക്കണ പോലെ 12 വർഷത്തിലൊരിക്കൽ പ്രയാഗി നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത്. ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല. മീര, അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പുറപ്പെടുന്നത്. ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. അമ്മ ശപിക്കരുത് തന്നെ, ആരും ശപിക്കരുത് തന്നെ. ഇതെന്റെ വിധി, ഇതെന്റെ നിയോഗം. ബാലരാമ, ചതിച്ചു ബാലരാമ, ഭരതൻ ചതിച്ചു. എന്താ ഇത്? ഇതിലും ഭേദം എന്റെ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു. ബാലരാമ, ഗോവിന്ദേട്ടാ,
മിഥുനൻ രാശി. ജോത്സരേ, എന്താ വിശേഷിച്ച് ഇരിക്കുക? ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. ബുദ്ധിമുട്ടും വേണം, ക്ഷമിക്കുകയും വേണം. ഇത് രണ്ടിനും കൂടെ ഇത്തിരി പ്രയാസമാണല്ലോ കുഞ്ഞിരാമൻ നായരെ. നമ്മുടെ ദേശോദ്ധാരണി വായനശാലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നാളെ. ഓ, നിങ്ങളുടെ അളിയൻ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനല്ലേ. ഇപ്പൊ ഭരതം മടങ്ങി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ 25ാം വാർഷികം അങ്ങോട്ട് ആഘോഷിച്ചാൽ എന്താന്നൊരു തോന്നല്. എന്താ ജോത്സരുടെ അഭിപ്രായം? നല്ല കാര്യം തന്നെ. 4-5 കൊല്ലായിട്ട് മുടങ്ങിക്കിടക്കുകയല്ലേ അതിന്റെ പ്രവൃത്തി. പറഞ്ഞാ മാത്രം പോരാ, അതിന്റെ കമ്മിറ്റിയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവണം ജോത്സര്. എന്താ? സന്തോഷം. നാ മറക്കണ്ട, നാളെ രാത്രി 7 മണിക്ക് വായനശാല ഹാളില് സ്വാഗത സംഘം രൂപീകരിക്കൽ മീറ്റിംഗ്. പറ്റുമെങ്കിൽ മരുവിനെയും പങ്കെടുപ്പിക്കണം. ഇക്കുറി നമുക്കൊന്ന് ഞെട്ടിക്കണം. ഓ, ഉഷാറാക്കി കളയാലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ പറഞ്ഞ പോലെ നാളെ രാത്രിയില് മീറ്റിംഗിൽ കാണാം. ഓ, ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ മോളെ വരുന്ന വിവരത്തിന്? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എവിടെ അച്ഛനും ഹരിയേട്ടനും? വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നോ ഞാൻ? ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു. അതിൽ ചാടി കയറി ഇങ്ങോട്ട് പോന്നു. കറുത്തു പോയല്ലോ എന്റെ കുട്ടിയെ നീ. വല്ലാണ്ട് അങ്ങോട്ട് മെലിയുകയും ചെയ്തു. എന്താ തണുപ്പ് അവിടെ ഊട്ടിയില്. 4 മണിക്ക് എഴുന്നേറ്റുള്ള കുളി, 1 മണിക്കൂർ മെഡിറ്റേഷൻ. വളരെ സ്ട്രിക്റ്റാ. 8:30 തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം. തലയുടെ ആണിക്കല്ലിളകി പോവും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ നിനക്ക് അവിടെ? പിന്നല്ലേ അതെ, വേറൊരു ലോകം അത്. ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ. നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് തരണുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ടിലെ ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു. മറ്റന്നാള് ആറാട്ടോടു കൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നുമില്ല. മോളെ, എന്റെ അച്ഛൻ പെങ്ങളെ കണ്ടിട്ട് എത്രയായി? നീ വന്നോന്നറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്റെ കുട്ടിയെ. കയറി വരട്ടെ ഞാൻ അങ്ങോട്ട്. ഇങ്ങോട്ട് കയറി വരണ്ടവളല്ലായിരുന്നോ നീ? ആട്ടെ, അറിഞ്ഞോ മോൾ ഇവിടുത്തെ വിശേഷം? എന്താ? ആര് പറഞ്ഞു നിന്നോട് തെണ്ടി തിരിഞ്ഞിറക്കാൻ? പോകത്ത് അച്ഛാ, അകത്ത് കയറി പോവാൻ. എന്നാലും എന്റെ ബാലരാമ, എന്റെ മോളെ കണ്ണു നിറച്ചൊന്ന് കാണുന്നതിന് മുമ്പ് അതിന്റെ ചോര കുടിച്ച് മതിയായില്ലേ നിങ്ങൾക്ക് ഇനിയും? മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കുക എന്റെ കുട്ടി. വീണ്ടും പഞ്ചാര വർത്താനവും പറഞ്ഞ് ചതിക്കാനാ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ ഇരിങ്ങാണ് ഒരു പത്തായപ്പുര. എന്റെ രുക്മാവതി ഏട്ടത്തെയും തിരഞ്ഞ് ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്കാ മിസ്സസ് നാരായണ പിഷാരോട് ഇവിടെ? ഞാൻ പശുവിനിത്തിരി കരയണുണ്ടോ എന്റെ അമ്മ? കരയേ? നിനക്ക് തോന്നണതാ. അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ സത്യം പറ. അതെ, അത് കരട് പോയതാ. നിക്ക് 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 നിക്ക്. പോയില്ലേ പോയില്ലേ കരട്? ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരട് എടുത്തിടും ദൈവം. ഇല്ലേ രുക്മാവതി എടുത്തേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാടത്തി ആ കാലിന് എണീറ്റ് വന്നു. നീരറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴിയെ എന്റെ ബുദ്ധി തെളിയണുള്ളൂ. അവളെ അപ്പുട്ട മാമന്റെ അടുത്തേക്ക് അയക്കുക, ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര. പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർ പോകും. ശരി. ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല.
നാളെ അമ്മയുടെ തറവാട്ടി പോണം. ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരത? സുഖം ഗോവിന്ദമാമയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദമാമയ്ക്ക്, ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാർ ഇത് ഉപയോഗിക്കും. ഇത് മാത്രമല്ല, ചരസ്, ഭാങ്, സോമം, ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം. പ്രസംഗം സിമ്പോസിയും മാത്രം അച്ഛാ, ഒരു ഈച്ച പോലും 4 കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി ഒന്ന് ഉഷാറായിക്കോട്ടെ. അല്ല കുഞ്ഞുഷ്ണ, നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. തമ്പുരെടുത്ത് നിന്റെ പുറകെ വരും യേശുദാസ്. എന്നാ കലാഭവൻ നാളെ കൊണ്ടുവന്നൊരു മിമിക്രി ആവാം. വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോത്സ്യരെ? എന്നാ പിന്നെ നമുക്ക് PT ഉഷ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വാനശാലയിൽ പൂരാ? വെടിക്കെട്ട് എന്തിനൊരു ഐശ്വര്യല്ലേ ഭഗവാൻ? വെടിക്കെട്ട് ഏതായാലും വേണ്ട. വെടിക്കെട്ട് മതി, ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. സാരടി മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ ഇതിന്റെ ട്രഷററാ. ട്രഷറല്ലേ? പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഒന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. ഇയാളുടെ അച്ഛനെന്താ പണ്ട് വലിയ വെടിക്കെട്ടുകാരനായിരുന്നു? വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി പിടിക്കാൻ. തുന്നിക്കെട്ടണം, ഡോക്ടർ അടുത്തേക്ക് എടുക്കാം.